ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ആമസോണിൽ നമുക്ക് ആമസോൺ ത്രൂ ഒക്കെ നമുക്ക് ഇപ്പോൾ ഗോൾഡ് ജ്വല്ലറി ഒക്കെ വാങ്ങിക്കാൻ പറ്റും. ആമസോൺ ത്രൂ മാത്രമല്ല, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ജിയോ അങ്ങനെ കുറേ സ്ഥലത്തിൽ കൂടെ നമുക്കിപ്പോൾ ഗോൾഡ് ജ്വല്ലറി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ആമസോൺ ആണ്. നിങ്ങൾ ഇ കോമേഴ്സ് ആയിട്ട് കൂടെ നിങ്ങൾ ഗോൾഡ് ജ്വല്ലറി വാങ്ങിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതായത് ജ്വല്ലറി മാത്രമല്ല ഗോൾഡ് കോയിൻസ് അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശം നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നമ്മൾ ഈ ഇ കോമേഴ്സ് വെബ്സൈറ്റ് ത്രൂ ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് സേഫ് ആണോ? എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആമസോൺ തന്നെ എടുക്കാം. എന്താ വെച്ചാൽ ഞാൻ ആമസോണിന് ഗോൾഡ് ജ്വല്ലറി അല്ലെങ്കിൽ ഗോൾഡ് കോയിൻസ് വാങ്ങിക്കാറുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പറയാൻ തന്നെ കാരണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിക്കാറുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് ആക്ച്വലി മലബാർ ഗോൾഡുകാരുടെ, ഇത് ആക്ച്വലി ആമസോണിൽ നിന്ന് വന്ന മലബാർ ഗോൾഡിന്റെ ജ്വല്ലറി ബോക്സ് അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ സംഭവമൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കാറുള്ള സംഭവമാണ്. അപ്പോൾ ഇത് ഇ കോമേഴ്സ് വെബ്സൈറ്റില്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ആക്ച്വലി മലബാർ ഗോൾഡിന്റെ ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്, അതിൽ കൂടെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നത് സേഫ് ആണോ എന്നാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോക്ക് ഫുൾ എടുക്കാനായിട്ട് മുമ്പ് നമ്മുടെ ആ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാൻ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടാ. നമ്മുടെ കമന്റ് ചെയ്യാനും മറക്കണ്ട, നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട്, ഞാൻ ആക്ച്വലി ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ വാങ്ങിക്കാറുണ്ട്, ആമസോൺ ത്രൂ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മലബാർ ഗോൾഡിൻ്റെ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്, www.malabargolddiamonds.com ഉണ്ട്. അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് മലബാർ ഗോൾഡുകാർ അയക്കുന്ന ഒരു ബോക്സാണ്. ഈ സാധനത്തിലാണ് അവർ അയക്കുക. ഇവിടെ ഒരു ടാഗും ഉണ്ടാവും 2-3 സൈഡിൽ. മലബാർ ഗോൾഡ് തന്നെ ഒഫീഷ്യലായിട്ട് വെക്കുന്ന അതിന്റെ കോഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടാഗും ഉണ്ടായിരിക്കില്ല, നോർമൽ ടാഗ് അല്ല. ഇത് കട്ട് ചെയ്തിട്ട് അവർ വേറെ വെക്കാൻ പറ്റില്ല. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾ ആമസോൺ ത്രൂ ഓർഡർ ചെയ്താലും അവരുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്താലും 99% അവർ ഇത് കൊറിയർ ചെയ്യാൻ പോകുന്നത് ബ്ലൂ ഡാർട്ട് ത്രൂ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ കുറേ കാലമായി ഇതുപോലെ തന്നെ ഓൺലൈൻ വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്, ആമസോൺ ത്രൂ നോക്കിയിട്ടുണ്ട്, ജിയോ നോക്കിയിട്ടുണ്ട്, മിന്ത്രയെ നോക്കിയിട്ടുണ്ട്. എല്ലാം ബ്ലൂ ഡാർട്ട് ത്രൂ തന്നെയാണ് എല്ലാവരും അയക്കാനായിട്ട്. അപ്പോൾ ഞാൻ മുമ്പും പറയാറുണ്ട്, ഞാൻ ക്രെഡിറ്റ് കാർഡ് ചെയ്യുമ്പോഴും ബ്ലൂ ഡാർട്ട് ത്രൂ തന്നെ ചെയ്യാറ്. അപ്പോൾ അത്യാവശ്യം സേഫസ്റ്റ് ആയിട്ട് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് കൊറിയർ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാസ്റ്റ് ഡെലിവറി നമുക്ക് 2 ദിവസങ്ങളിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അവർ ത്രൂ ആണ് അയക്കുക. ഇത് ആക്ച്വലി അയക്കുന്നത് ഡയറക്റ്റ് മലബാർ ഗോൾഡുകാർ തന്നെയാണ്, അല്ലെങ്കിൽ ആമസോൺ തന്നെ അയക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്യുന്നത് ആമസോൺ ത്രൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേണമെങ്കിൽ എൻ്റെ ഇതിലെടുത്ത് കാണിച്ചു തരാം, ആമസോണിൻ്റെ ഇതിലെടുത്ത് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ കൊറോണ ഓർഡർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുപോലെ തന്നെ ഇനി വരാനും ഉണ്ട്. അപ്പോൾ ആമസോൺ ത്രൂ ഓർഡർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് 99% സേഫ് എന്ന് തന്നെ പറയാം. ഓൺലൈൻ ആയിക്കോട്ടെ, അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ആയാലും സേഫ് എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് മേക്കിംഗ് ചാർജിന് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആമസോണിൽ മെയിൻ ചെയ്യാൻ കാരണം നമുക്ക് ICICI ബാങ്കിന് ഡിസ്കൗണ്ട് കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് ഇനി രണ്ട് കോയിൻ കൂടി, ഞാൻ കോയിൻസുകളാണത് 2 കോയിൻ കൂടി വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഞാൻ മെയിൻലി ഭീമേന്റെയും മലബാർ ഗോൾഡിന്റെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് അറിയാം. ബാക്കി എല്ലാത്തിലും കല്യാണ്ടൊന്നും വാങ്ങിക്കാറില്ല, അതിലൊക്കെ മിക്സിങ് വരുന്നത് നിങ്ങൾക്ക് അറിയാം. വില കിട്ടാറില്ല നോർമലി. അപ്പോൾ ഇവരെ ഞാൻ 2 ഞാൻ വാങ്ങിക്കാറ്. പിന്നെ നമുക്ക് ആക്ച്വലി ആമസോണിൽ കുറേ ജ്വല്ലറീസ് ഉണ്ട്. ഇവർ 2 മാത്രമൊന്നുമല്ല, ഇവർ 2 നമുക്ക് പെട്ടെന്ന് കിട്ടുക. എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് തന്നെ ഷിപ്പ് ചെയ്യുക, ഒന്നെങ്കിൽ കോഴിക്കോട് നിന്നായിരിക്കും അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നായിരിക്കും. 2 മെയിൻ സ്ഥലത്തു നിന്നാണ് ഷിപ്പ് ആവുക, നോർമലി ഷിപ്പ് ആവുക. ഇതല്ലാണ്ട് തന്നെ പിന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക, CGR എന്ന് പറഞ്ഞിട്ട്, ഇതിപ്പോൾ എക്സാമ്പിളായിട്ട് ഇതൊരു ജസ്റ്റ് ഞാൻ ഡെമോ നോക്കിയതാണ്. CGRന്റെ കണ്ടു, ഇതൊരു 0.01 ഗ്രാമിൻ്റെ ഒരു ഗോൾഡ് കോയിനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കിയത്. സാധനം നാളെ വരും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഞാൻ ഷോർട്ട്സോ സംഭവങ്ങളൊക്കെ ഇടാം. CGR എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ലൈസൻസ്ഡ് ആയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർ സെല് ചെയ്യുന്നതാണ് 0.1 ഗ്രാം തൊട്ട് എന്താ പറയുക 10 ഗ്രാമിൻ്റെ ഒക്കെ വരെയുള്ള എല്ലാ കോയിൻസും ബാറുകളൊക്കെ അവർ സെല് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സോൾഡ് ബൈ CGR അല്ലെങ്കിൽ സോൾഡ് ബൈ ഭീമ, സോൾഡ് ബൈ മലബാർ ഗോൾഡ് എന്നിട്ട് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്താലും മലബാർ അതുപോലെ തന്നെ യൂസ് ചെയ്തതനുസരിച്ചിട്ട് ഫുൾ സേഫ് തന്നെയാണ്, ഒരു ഇഷ്യൂസും ഇല്ല. ഞാൻ ആമസോൺ മെയിൻ ചെയ്യാൻ കാരണം നമുക്ക് ആമസോൺ ICICI കാർഡിന് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, ICICI കാർഡിന് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, SBI കാർഡിന് ചില സമയത്ത് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ്സുകൾക്ക് ഇതുപോലെ നമുക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഓൾമോസ്റ്റ് 1000 രൂപ വരെയൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാറുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, കോയിൻസും മേക്കിംഗ് ചാർജും GSTയും ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അത് ആക്ച്വലി ആ സാധനം നമുക്ക് ഈ ഡിസ്കൗണ്ട് ത്രൂ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബെനിഫിറ്റും കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതൊരു എന്താ പറയുക, ബെറ്റർ ആയിട്ടുള്ള നമുക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പർപ്പസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബെറ്റർ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ ആമസോണിൽ ഓർഡർ ചെയ്യാൻ മെയിൻ കാരണം. എന്താ വെച്ചാൽ ഒഫീഷ്യൽ, ഞാൻ ആക്ച്വലി അവരുടെ ഒഫീഷ്യൽ സൈഡിൽ സെയിം സാധനം നമുക്ക് ഒഫീഷ്യൽ സൈഡിലും കിട്ടും. അപ്പോൾ ഒഫീഷ്യൽ സൈഡിലും ആമസോണിലും കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാറ്. നോർമലി ആമസോണിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അവർ കുറച്ച് പ്രൈസ് കൂട്ടിയിട്ടാണ് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, ഒരു 1 ഗ്രാമിൻ്റെ ഒരു കോയിൻ
നമുക്ക് 24 ക്യാരറ്റിന്റെ 10,700 രൂപയ്ക്കാണ് നമുക്ക് ആമസോണിൽ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ സെയിം സാധനം നമ്മൾ മലബാർ ഗോൾഡിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,500 ഒക്കെ ആയിരിക്കും, 200 രൂപക്ക് കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ICICI കാർഡിന് ഡിസ്കൗണ്ട് വരുന്ന കാരണം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 200 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 10 രൂപയ്ക്ക് സാധനം, 10 രൂപയുടെ താഴെ നമുക്ക് സാധനം ലാസ്റ്റ് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടാണ് സാധനം കയ്യിൽ കിട്ടും. അപ്പോൾ നമുക്ക് ലാഭമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പ്രൈസ് ഡിഫറൻസ് നോക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ അത് കമ്പയർ ചെയ്ത് മാത്രം നിങ്ങൾക്ക് എവിടെ നിന്നാണോ കുറഞ്ഞു കിട്ടണം അത് മാത്രം ഓർഡർ ചെയ്താൽ മതിയിട്ടാണ്. പിന്നെ ജ്വല്ലറി ആയാലും നമുക്ക് ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇയറിങ്സ് ഒക്കെ വാങ്ങിക്കാറുണ്ട്, വൈഫ് വാങ്ങിക്കാറുണ്ട്, തനിഷ്കുന്നും കാരാറ്റ് ലൈനൊക്കെ നമ്മൾ വാങ്ങിക്കാറുള്ളതാണ്. അപ്പോൾ ഈ ഇയറിങ്സ് ആയാലും സെയിം സംഭവം തന്നെയാണ്. ഇതേപോലെ തന്നെ ഒരു പാക്കേജിൽ തന്നെ വരിക, ഇതേപോലെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പാക്കേജിൽ തന്നെ വരിക കേട്ടോ. അപ്പോൾ ടാമ്പേർഡ് ആണെന്ന് നോക്കിയാൽ മതി നിങ്ങൾ. പിന്നെ ഏറ്റവും ബെറ്റർ നിങ്ങൾ ഇതേപോലെ സാധനം വരുന്നുണ്ടെങ്കിൽ അൺബോക്സിംഗ് ആയിട്ട് മുമ്പ് ഫുൾ വീഡിയോ എടുത്ത് വെക്കുക. അപ്പോൾ അത് ബെറ്ററാണ്. അപ്പോൾ അത് അവർ പറയുന്നുണ്ട്. ഒന്നാമത് നിങ്ങൾ സാധനം പാക്കേജ് എന്ന് വെച്ചാൽ ബ്ലൂ ഡാറ്റ എനിക്ക് ഇതൊരു ഇഷ്യൂസ് സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് നോർമൽ ക്രെഡിറ്റ് കാർഡ്സും ബാങ്കിങ് സംഭവങ്ങളൊക്കെ നമ്മൾ ബ്ലൂ ഡാറ്റ ത്രൂ തന്നെ വരുത്തിക്കാറ്. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ അപ്രൂവ് സംഭവങ്ങളൊക്കെ ആവുന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ പറയാറുണ്ട് ഷിപ്പായിട്ട് മുമ്പ് നമുക്ക് എൻ്റെ പിൻ കോഡിലേക്ക് ബ്ലൂ ഡാട്ട് മതി എന്ന് പറഞ്ഞിട്ട്. ചില ആൾക്കാർ മാത്രമേ ചെയ്യാണ്ടിരുന്നുള്ളൂ. ഞാൻ റീസെൻ്റ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു G-Shock നമുക്ക് ഓഫറിൽ ടാറ്റ ക്ലിക്കിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പന്നകൾ ഞാൻ കുറേ വട്ടം പറഞ്ഞത് അവന്മാരോട്, എന്നിട്ട് അവന്മാർ ഡെലിവറി ത്രൂ അയച്ചത്. ആ പണ്ടാരം ഒരു 10-15 ദിവസം ലേറ്റ് ആയി. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അവൻ തിരിച്ചുകൊണ്ടായി ടാറ്റയിലേക്ക്. അതുകൊണ്ട് തന്നെ റീഫണ്ട് വന്നു, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇതാണ് കുഴപ്പം. നമ്മൾ ഈ ജിയോ മാർട്ടൊക്കെ ഫുൾ ഡെലിവറിയും അതുപോലെ എക്സ്പ്രസ് പോലത്തെ കൂറ സാധനങ്ങളൊക്കെയാണ് ഉണ്ട്. അപ്പോൾ ജിയോ മാർട്ടിൽ കൂടെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ക്രോമ ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇവരായിട്ട് കൺഫേം. ഞാൻ ക്രോമ ടാറ്റ ക്ലിക്കായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയണത് അവർക്ക് കൺഫേം പറയാൻ പറ്റില്ല, അത് ഡിപ്പെൻസ്, അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ഓട്ടോമാറ്റിക് അത് തന്നെ പിൻ കോഡ് അനുസരിച്ച് തീരുമാനിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ അത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ടൊരു ഫോണും സംഭവമൊക്കെ ഞാൻ ആക്ച്വലി എൻ്റെ ഈ Pixel 9 ക്രോമ എന്നാ ചെയ്തിട്ടുണ്ടോ, ഓൺലൈൻ ക്രോമ വെബ്സൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ തന്നെ അവരെ വിളിച്ച് കൊണ്ടെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ബ്ലൂ ഡാട്ട് തന്നെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നും ഇഷ്യൂ ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ ടാറ്റ ക്ലിക്ക് വെബ്സൈറ്റ് ഇവരെന്ന് ചോദിക്കല്ല, ഇവരെ പറയുമ്പോൾ എല്ലാം ടാറ്റ ആണെങ്കിലും എല്ലാം സെപ്പറേറ്റ് വെബ്സൈറ്റാണ്. ടാറ്റ ക്ലിക്ക്, ക്രോമ അതൊക്കെ അറിയാം. ടാറ്റ ക്ലിക്കിൽ എല്ലാ സംഭവമുണ്ട്, ഫാഷനും മൊബൈൽ അതിലുണ്ട്, മൊബൈലും സംഭവങ്ങളൊക്കെ. പക്ഷേ ഞാൻ ക്രോമ ചെയ്തപ്പോൾ നമുക്ക് ക്രോമ ഞാനൊരു ഇത്രയും കാലമായിട്ട് 5-6 ചെയ്തിട്ടുള്ളതോ അതിൽ ഒരു 9 എണ്ണവും 5 എണ്ണത്തിലും ഒരു 90%, ഞാൻ 9 എണ്ണം പറഞ്ഞത് ശതമാനം കണക്ക് മാറിപ്പോയതാണ്. ഒരു 90% ഒരു ബ്ലൂ ഡാട്ട് തന്നെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഹൈ പ്രൈസർ സാധനങ്ങളാണെങ്കിൽ ബ്ലൂ ഡാട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ. ഒരു സ്പീക്കർ ഒരു ചെറിയ സ്പീക്കർ മാത്രം മാത്രമാണ് എനിക്ക് തോന്നുന്നത് DTDC എന്നുണ്ട് ഒരു അയച്ചിട്ടുണ്ടായിരുന്നു. DTDC വലിയ കുഴപ്പമൊന്നുമില്ല, ഡെലിവറി കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ബെറ്ററാണ്. ബാക്കിയെല്ലാം നമുക്ക് ബ്ലൂ ഡാട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലൂ ഡാട്ട് ഡയറക്റ്റ് ആയിട്ട് കുറേ സ്ഥലത്തൊക്കെ ബ്ലൂ ഡാട്ട് ഡയറക്റ്റ് അല്ല, കുറേ ഏജൻസിക്കാരാണ്, അങ്ങനത്തെ സൈഡിൽ ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളിപ്പോൾ ടൗൺ ഏരിയ സംഭവമൊക്കെ ആണെങ്കിൽ ബ്ലൂ ഡാട്ട് ഡയറക്റ്റ് ആണ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ചില സ്ഥലത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏജൻസി ഉണ്ടായിരിക്കും, അവിടെ എല്ലാ കൊറിയേഴ്സും ഉണ്ടാകും. അങ്ങനത്തെ സ്ഥലം വരുമ്പോഴാണ് ഇഷ്യൂസ് വരിക. ഒഫീഷ്യലായിട്ട് അവർ തന്നെ ഡെലിവറി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഒരു ഇഷ്യൂസ് ഇവരോട് വരാറില്ല കേട്ടോ, ബ്ലൂ ഡാട്ട് പ്രത്യേകിച്ച്. അപ്പോൾ ബ്ലൂ ഡാട്ടൊക്കെ നമുക്ക് ഓഫീസ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഡയറക്റ്റ് ഒഫീഷ്യലായിട്ടുള്ള ബ്ലൂ ഡാട്ടിൻ്റെ വണ്ടിയിൽ തന്നെ വരിക സാധനം. മറ്റേതൊക്കെ ആകുമ്പോൾ ഇത് ഏജൻസി, എനിക്കുണ്ട് അവിടെ അടുത്തൊരു ഏജൻസി എല്ലാ സംഭവവും ചെയ്യുന്നത്. പക്ഷെ അതിലേക്ക് പോകാറില്ല. അവർ എല്ലാ കൊറിയറിൻ്റെയും ഏജൻസിയുടെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് അവന്മാർ ഡെലിവറി ഒക്കെ ചെയ്യുമ്പോൾ ഉടായ്പും കാര്യങ്ങളൊക്കെ കാണിക്കും. അതുപോലെ കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യില്ല. അങ്ങനെ ഞാൻ കുറേ സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. അത് ഉള്ളതാണ്. അത് നിങ്ങളുടെ ഡിപ്പെൻസ് അപ്പോൺ പിൻ കോഡാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഓൺലൈൻ ഓർഡർ ചെയ്യുന്ന ഗോൾഡ് ജ്വല്ലറി സേഫ് എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആമസോണിൽ എനിക്കിതുവരായിട്ട് ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സേഫായിട്ട് റെക്കമെൻഡ് ചെയ്ത് പറയും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്ന് വെച്ചാൽ നമുക്കിത് ഒന്നും പറയാൻ പറ്റില്ല 100% സേഫ് അതൊന്നും നമ്മുടെ കമ്പനി ഒന്നല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് എടുത്ത് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമസോണിലും ചെയ്യാറുണ്ട് നമ്മൾ. ഇതുപോലെ തന്നെ ബീമയുടെ ഒഫീഷ്യൽ സൈറ്റും ഉണ്ട്, മലബാർ ഗോൾഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റും ഉണ്ട്, തനിഷ്കിൻ്റെ ഉണ്ട്, കാരാറ്റ് ലൈൻ്റെ ഉണ്ട്. കാരാറ്റ് ലൈൻ ആപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കാരാറ്റ് ലൈൻ നിങ്ങൾക്ക് അറിയാം, ആപ്പ് ഞാൻ വേണമെങ്കിൽ കാണിച്ചാൽ ഇൻസ്റ്റാൾഡ് ആണ്. ഇതാണ് കാരാറ്റ് ലൈൻ്റെ ആപ്പ്, ഒരു പിങ്ക് കളറായിട്ടൊരു സാധനം. അതേ കൂടെ ചെയ്യാറില്ല, അതും ബ്ലൂ ഡാട്ട് തന്നെ വരാറ് കിട്ടുക. അപ്പോൾ അതും സേഫൊക്കെയാണ്, ഒരു ഇഷ്യൂസും ഇല്ല. നമുക്ക് ശരിക്കും ഓഫ്ലൈൻ പോയിരുന്നായിട്ടും ലാഭം കിട്ടുന്നുണ്ട് ഓൺലൈൻ എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്ന മെയിൻ കാരണം പറയാം. 2-3 ദിവസം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ആമസോൺ തരുന്നതായിട്ടും കുറച്ചും കൂടി ടൈം എടുക്കുന്നുണ്ട് ഡെലിവറി ആവാൻ. ഒരു 10 ദിവസം ഒക്കെ ചിലതൊക്കെ, പക്ഷേ 2 ദിവസം കൊണ്ടൊക്കെ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആമസോണിൽ ഞാൻ ചെയ്തേക്കുന്നത് ഇന്നലെ ചെയ്താൽ നാളെ വരും സാധനം.
അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഡെലിവറി അത് നിങ്ങൾക്ക് ആമസോണിലാകുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ എപ്പോഴാണ് വരിക. അതുകൊണ്ടാണ് ഞാൻ ആമസോൺ പ്രിഫർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പിന്നെ നമുക്ക് ICICI കാർഡിൻ്റെ ഓഫർ ഉണ്ട്. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് ഒരു 4 ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഓഫർ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പറയാൻ ആക്ച്വലി വന്നതെന്ന് വെച്ചാൽ കുറേ പേര് നമുക്ക് ചെയ്യാറുണ്ട്. നമുക്ക് ഗോൾഡ് എങ്ങനെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് വാങ്ങിക്കാം, ഗോൾഡ് നമുക്ക് എങ്ങനെ EMI വാങ്ങിക്കാനൊക്കെ പറഞ്ഞാൽ EMI വീഡിയോ സെപ്പറേറ്റ് ഇന്ന് തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ ഇടുന്നുണ്ട്. കാണാത്തവർ പോയി കണ്ടു നോക്കാം. ഞാൻ ഓൾറെഡി മുമ്പ് ഇട്ടുണ്ട് നമ്മുടെ മെയിൻ ചാനലിൽ. കാണാത്തവർ എന്തായാലും രണ്ടാമത്തെ ചാനൽ പോയി നോക്കിയാൽ മതി. രണ്ടാമത്തെ ചാനലിൻ്റെ പേര് അറിയാത്തവർ AJMG26 ആണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത കാണാം. ബൈ.